അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളൊരു ഫാമിലി ടൂറിലാണുള്ളത് കേട്ടോ. ബസ്സിലാണ്. വെരി ഗുഡ്. അടുത്ത ആളായി എത്ര പേരുണ്ടാവും? രണ്ട് കയ്യിലും കൂടി എത്ര പേരുണ്ട്? 10 കയ്യിലാണ്. അങ്ങനെ വരും. എത്ര വരും? 100. ആലോചിക്കണ്ട. ഇവിടെ 100 എന്ന് പറയുന്ന ഒരു കൈ ഒന്നിച്ചേ. കുറെ ആൾക്കാരുണ്ട്. 10 കയ്യിൽ 100 പേരിലുണ്ടാവും. വേറെ ആൻസർ ഒന്നും കൊണ്ടാവും. 50 എന്ന് പറയുന്ന ഒരു കൈ ഒന്നിച്ചേ. എത്രത്തോളം ബുദ്ധിയുണ്ടാവുന്നുണ്ടായിരിക്കും. ആ 100 എന്ന് പറഞ്ഞവരൊന്നും കൂടെ കൈ ഒന്നിച്ചേ. പറ 30. നീ തോറ്റി. 10 കയ്യിൽ 50 പേരിലാന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്തല്ലോ അല്ലേ? പിന്നെത്ര? ഭൂമിശാസ്ത്രം. പെട്ടെന്ന് ആൻസർ. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട പോവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണ്? എന്താ റീസൺ? അത്ര നല്ല ഭംഗി ഉണ്ടായോണ്ട്. ഓക്കെ. വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപകരണം ഏതാണ്? ചെരവ. എന്താണ് ഇഷ്ടപ്പെടുന്നത്? തേങ്ങ ചേർക്കാൻ. വേറെന്തെല്ലാം ചേർക്കും? തേങ്ങ മലയാളമാണ്. തേങ്ങ പറയാൻ പറ്റുള്ളൂ. തേങ്ങ വീഡിയോ പോയി. ഓക്കെ. ഒരു മുത്തശ്ശി അതിലെ കൂടി നടക്കുമ്പോ ഒരു മാങ്ങ വേണു, തിരിച്ചു വരുമ്പോ ഒരു മാങ്ങ വേണു. ബാക്കി എത്ര മാങ്ങ ഉണ്ട്? 18. വേറെ ആർക്കും ആൻസർ ഉണ്ടോ? ആൻസർ പറയാം. വേറെ ഒന്നും ചോദ്യം. 20. എത്ര? 20. അതൊരു ആൻസർ. ചോദ്യം പറയൂ. റോങ് ആൻസർ. ഇവിടെ ആദ്യം കറക്റ്റ് ആൻസർ ആണെന്ന് പറഞ്ഞു. ചോദ്യം തെറ്റെന്ന് പറയണ്ട. എന്താ വിഷയം? കൊമേഴ്സ്. വാട്ട് ഈസ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ? പിന്നെന്ത് കൊമേഴ്സ് പഠിച്ചു? പൊളിറ്റിക്സ് പഠിച്ചോ? പൊളിറ്റിക്സും പഠിച്ചിട്ടില്ല. ഒന്നും പഠിച്ചിട്ടില്ല. ഓക്കെ. അത് ഞാൻ ചോദിക്കാം. ഒരു മിനിറ്റ് ശ്രദ്ധിക്കണം. ഒറ്റ പ്രാവശ്യം ചോദ്യം ചെയ്യൂട്ടാ. വേറെ ആരും ആൻസർ പറയാൻ പാടില്ല. നമ്മുടെ ഇന്ത്യന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രപിതാവിന്റെ പേര് വേറെ ആരും ഉത്തരം പറയാൻ പാടില്ല. ഗാന്ധിജി. വെരി ഗുഡ്. നല്ല കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്. പറഞ്ഞോ. സ്ഥിരം ക്ലേശാണല്ലോ പറഞ്ഞു. ഞാൻ സ്ഥിരം പറഞ്ഞല്ല. അറിയുന്നവര് കൂടെ പാടണ്ട. ഒന്നിച്ചു പാടോ? കസവിന്റെ നട്ടവുമിട്ട് പിരിയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിയിരുന്നൊരു പെണ്ണുണ്ട്. ക്ലാപ്പ് ചെയ്യണം എല്ലാവരും. പിരിയുടെ മരവിൽ ഒളിഞ്ഞു നോക്കിയിരുന്നൊരു പെണ്ണുണ്ട്. ഞാലിയാലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പെണ്ണെ നീ പോരുമോ എൻ കൽവെന്ന കൊട്ടാരത്തിൽ? പെണ്ണെ നീ പോരുമോ എൻ കൽവെന്ന കൊട്ടാരത്തിൽ? പട്ട് പൂടവ ചൂടി പോരുമോ നീ? പട്ട് പൂടവ ചൂടി പോരുമോ നീ? കസവിന്റെ തട്ടമിട്ട് വെള്ളിയെറിഞ്ഞാണമിട്ട് പൊന്നിന്റെ കുരസുവിന്റെ ഒരു മങ്കത്തി കൂന്താലി പുഴയൊരു മങ്കത്തി കൂന്താലി പുഴയൊരു മങ്കത്തി. പൊന്നും പിന്നും പണ്ട് പണിഞ്ഞ പൊന്നും കാറും കൊണ്ട് നടന്നവൻ പാടി വളർത്തി കയറൂരിപ്പാനും വെള്ളിൻ പകർത്തി കൂന്താലി പൂവമ്പത്തി.
കുളിയുറമ്പത്തി പൊൻതാരകം കയ്യിൽ കരിവള തരിവള കിലുകിലുകിലുകുമ്പോ കൽവിൽ കുളിരല്ലേ പുത്തൻ വിശലുകൾ പാടണ്ടേ എന്റെ കൽവിലെ വെണ്ണിലാവും വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ गजरा मोहब्बत वाला अकेले से डाला गजरे में ले ली मेरी जान हाय मैं तेरे कुर्बान दुनिया में मेरे पीछे लेकिन मैं तेरे पीछे अपना बना दे मेरी जान हाय मैं तेरे कुर्बान गजरा मोहब्बत वाला अखियों में ऐसे डाला गजरे में ले ली मेरी जान तेरे कुर्बान നസീബുള്ള ലൈലയാണോ ഹിലാലത്തറല്ലയോ പടച്ചോന്റെ പ്രാവ് തോൽക്കും മരിതയാണോ നസീബുള്ള ലൈലയാണോ ഹിലാലത്തറല്ലയോ പടച്ചോന്റെ പ്രാവ് തോൽക്കും മരിതയാണോ മുത്തുമ്മാന്റെ മോളെ കിതാബിലായി കാണും മുല്ലാസിന്റെ പൈതലെ ദഫമുട്ടുമപ്പനെ മടുമടുമടുമണം സദാനം താമരക്കുരുവിക്ക് തട്ടവിട് തങ്കക്കിനാവിന് കമ്മലിട് അരിമുല്ല കൊലുസിന് ഏലസിട് സുറുമക്കണിലകളിൽ സൂര്യനിട് വരുന്നുണ്ട് വിമാന ചിറകിൽ സുൽത്താൻമാർ ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് കൊലുസിന്റെ പെണ്ണിന്റെ കൊലുസ് വിട്ടൊരു മൊഞ്ചത്തി കിളമ്പത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി അവളുടെ മാളികയിൽ മുടിചൂടി വിളയും അറിയുന്നേ പാട് മധുരപ്പാടിയുന്നോട് ലങ്കി മാറിയുന്നോട് ലങ്കി 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 മാറിയുന്നോട് ലങ്കി 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 മാറിയുന്നോട്. പിന്നെ ബസ്സിൽ എല്ലാവരും കൂടി നല്ലൊരു യാത്ര വൈബ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ചുരം ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി വയനാട്ടിലേക്കുള്ളൊരു ടൂർ യാത്രയിലായിരുന്നു. യൂട്യൂബേഴ്സിൻ്റെ വി ക്രിയേറ്റീവ് ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ വയനാട്ടിലേക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്തു. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണത്. 2 വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ വിവാഹത്തിൻ്റെ ഇതിലുണ്ടായിട്ടില്ലേ നമ്മളൊരു ടൂറ് പോക്ക് കേട്ടോ. പിന്നത്തെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ സുഖമില്ലാത്ത ഉമ്മയും ഇതൊക്കെ എല്ലാവരും ഇവിടെ ജീവിതം. അതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ സന്തോഷങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ജീവിതം അത് നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. പിന്നെ എന്നെ കൊണ്ടുപോകാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വേണ്ടേ കൊണ്ടുപോകാൻ. ആരും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴോ പറയും എനിക്കതിലൊന്നും താല്പര്യമില്ല. പക്ഷെ നമ്മളെ താല്പര്യങ്ങൾ നോക്കണ്ടേ. നമ്മളെ കൂടെ ജീവിക്കുന്നവർക്കും ഉണ്ടാവില്ലേ കുറേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ. അതെങ്കിലും ഒരു മാനിക്കണ്ടേ. അത്രയ്ക്ക് ആത്മാർത്ഥത ഇല്ല എന്നർത്ഥം. എനിക്കാണെങ്കിൽ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. ഓരോ പാട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കരോക്കെ മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ പാട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. കാസർഗോഡുള്ള കക്ഷിയാണ്. ഇത് മെൻ്റലിസ്റ്റാണ്. ഇത് ബാസി.
അങ്ങനെ കുറേ വ്ളോഗർമാരുണ്ട്, സെലിബ്രിറ്റികളുണ്ട്. നമ്മളെ മാനക്കൻ്റെ വൈഫ് അതാ അവിടെ നീല ഷാളിട്ടിട്ട്, മാനക്കൻ്റെ വൈഫാണത്. റാബീന ഷോ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നല്ല എൻജോയ് ആയിരുന്നു. സത്യത്തിൽ ബസ്സിലായിരുന്നു എൻജോയ്. അവിടെ പോയിട്ടുള്ളതിനേക്കാളും എൻജോയ്മെൻറ്റ് ബസ്സിലായിരുന്നു. എനിക്കും കുട്ടികളെ അടങ്ങിയിരിക്കില്ല അവിടെ റിസോർട്ടിൽ പോയപ്പോൾ. 4 വാർഡ് കൂടി കിടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനോ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് മോനാണ് വാശി. മോന് ഫുഡ് പിടിച്ചിട്ടില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾക്ക്. ഭക്ഷണം വൈകിയതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അവനെ ഉറക്കം ഒക്കെ എല്ലാത്തിനും വാശി ഉണ്ടായിരുന്നു കേട്ടോ. മോന് പിന്നെ മൊത്തത്തിലൊരു വാശിക്കാരനാണ്. കരയാൻ തുടങ്ങി അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറുതായിട്ടൊരു ഇത് എനിക്കുണ്ടായിരുന്നു. എന്നാലും എൻജോയ് ആയിരുന്നു, എൻജോയ് ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യാത്രയൊക്കെ പോയത്. അതിൻ്റെ ഒരു ഇത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ജനിച്ച് ഇത്രയും വർഷമായി ഒന്നിങ്ങ് പുറം ലോകം കാണുന്ന, പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ വരാനായിരിക്കും എൻ്റെ യോഗം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈത്തിരി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ് നിർത്തി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോവാണ് കേട്ടോ. ഇത് ബോച്ചട്ടിയുടെ തേയിലത്തോട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതാണ് നമ്മളെ ബോച്ചിൻ്റെ തേയിലത്തോട്ടം എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പുറത്തെ കാഴ്ചകൾ തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനത് നന്നായി പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി യാത്ര ആസ്വദിച്ചു. ഇങ്ങനെ ഓരോ ഓർമ്മകളും മനസ്സിലൂടെ ഇങ്ങനെ പാഞ്ഞുപോയി. ബസ് പാഞ്ഞു പോകുന്നതിനനുസരിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു യാത്ര. ആർക്കും ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം? ഇന്നത്തെ കാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടൂർ പോകുന്ന ആൾക്കാരാണ്. നമുക്ക് എങ്ങും പോകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ് കേട്ടോ ജീവിതത്തിൽ. എന്ത് ചെയ്യാം, നമ്മളെ വിധി അത്രയേ ഉള്ളൂ. ഇപ്പോഴാണ് ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോയതുണ്ടാവാം അത്രയും ഫീൽ ചെയ്തത്. എനിക്ക് നന്നായി ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി യാത്രകൾ ചെയ്യണം, ഇനി ഇതുപോലെ പോകണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അസ്സലാമു അലൈക്കും.